നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് അടിപൊളിയായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുറേ പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുള്ളതാണ്. ഓൾറെഡി ഞാൻ ഒന്ന് രണ്ട് വീഡിയോ ഇതിനെ പറ്റി ചെയ്തിട്ടുണ്ടെങ്കിലും ഇപ്പോഴും ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് കുറച്ചും കൂടി നല്ലൊരു റിസൾട്ട് കിട്ടുന്ന ഒരു കാര്യമായിട്ട് നമ്മളിന്ന് ഷെയർ ചെയ്യണത് അങ്ങനെ ചോദിക്കണേൽ. അപ്പോൾ എന്താണെന്നറിയോ, നമ്മളൊരു ഹോം മെയ്ഡ് വിറ്റമിൻ സി സിറം നമ്മൾ പ്രിപ്പയർ ചെയ്യാണ്. വിറ്റമിൻ സി സിറത്തിൻ്റെ സിറം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് കൂടുതൽ, അതായത് ക്രീമിനെ അപേക്ഷിച്ച് നമുക്ക് കൂടുതൽ റിസൾട്ട് വേഗത്തിൽ കിട്ടും. കാരണം നമ്മുടെ സ്കിന്നിന്റെ ലെയറിലേക്ക് നന്നായിട്ട് പെനിട്രേറ്റ് ആയിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് അതിന്റെ ഫലം കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ സിറം നമുക്ക് ഭയങ്കര ഇഫക്റ്റീവ് ആണ് ഒരു പരിധി വരെ. അപ്പോൾ നമ്മൾ വിറ്റമിൻ സി സിറം എന്ന് പറയുമ്പോൾ നമ്മുടെ ഫേസിലെ ഡാർക്ക് സ്പോട്ട്, പിമ്പിൾസ് വന്നിട്ട് പൊട്ടിച്ചിട്ടുള്ള കറുത്ത മാർക്കുകൾ, പിന്നെ നമുക്ക് അൺഈവൻ ആയിട്ടുള്ള, അതായത് നമുക്ക് പല പല സ്ഥലങ്ങളിൽ പല പല കളറായിട്ട് ചിലർക്ക് ഉണ്ടാവും. അതായത് എസ്പെഷ്യലി മൂക്കിന്റെ സൈഡിലൊക്കെ കറുത്ത് ഇങ്ങനെ ഇരിക്കും, അതുപോലെ ഈ ചുണ്ടിന്റെ ചുറ്റും, അതുപോലെ തന്നെ ചിലർക്ക് ഈ നെറ്റിയുടെ ഈ സൈഡിലായിരിക്കും ടാൻ അടിച്ചടിച്ച് അങ്ങനെ വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ നല്ലതാണ്, പെട്ടെന്ന് തന്നെ ക്യുക്കായിട്ടുള്ള ഒരു റിസൾട്ട് ഒക്കെ കാണാൻ പറ്റുന്നതാണ് വിറ്റമിൻ സി സിറം. അപ്പൊ നമുക്ക് വീട്ടിൽ പ്രിപ്പയർ ചെയ്യേണ്ടത് നമ്മൾ 2 ഇൻഗ്രീഡിയന്റ് വെച്ചിട്ടാണ്. അതാണ് നമ്മുടെ ഈ 2 ഇൻഗ്രീഡിയന്റ് നമുക്ക് വിറ്റമിൻ സി റിച്ചും ആണ്. എസ്പെഷ്യലി നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് വേഗത്തിൽ ഒരു 7 ഡേയ്സ് കൊണ്ട് തന്നെ നമുക്ക് കുറച്ചൊക്കെ ചേഞ്ച് നമ്മുടെ ഫേസിൽ കാണാൻ പറ്റും. പിന്നെ ഒപ്പം തന്നെ നമ്മുടെ ഫേസ് നല്ല ഗ്ലോയിങ് ബ്രൈറ്റനിങ് ആവും. ഫേസിന്റെ ലെയർ ഒക്കെ നന്നായിട്ട് ആ ഒരു ടോപ്പ് ലെയർ ഒക്കെ നല്ലോണം ക്ലിയർ ആവുകയും ചെയ്യും. നമുക്ക് ഫേസിൽ നല്ലൊരു ബ്രൈറ്റനിങ്ങും ഗ്ലോയിങ്ങും ഫീൽ ചെയ്യും. അപ്പൊ എന്തായാലും ഞാൻ പറഞ്ഞു വയ്ക്കണില്ല, നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ ഈ ഹോം മെയ്ഡ് വിറ്റമിൻ സി സിറം നമുക്ക് പ്രിപ്പയർ ചെയ്യാം. അതിനു മുന്നേ ആയിട്ട് മാമാ എർത്തിന്റെ ലിപ്സ്റ്റിക്കുകളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വിഭാഗം ലിപ്സ്റ്റിക് ആണ് മാമാ എർത്തിന്റെ മോയ്സ്ചർ മാറ്റ് ലിപ്സ്റ്റിക്. കാരണം ഇത് അവക്കാഡോ ഓയിലും വിറ്റമിൻ ഇയും റിച്ച് ആയതുകൊണ്ട് തന്നെ നമ്മുടെ ലിപ്സിനെ നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്യും. ഇതാണ് എന്റെ ഫേവറേറ്റ് കളർ കേട്ടോ. അതിൽ 02 പ്ലം പഞ്ച്. ഇത് നമുക്ക് 12 അവേഴ്സ് സ്റ്റേ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ലോങ് സ്റ്റേ ആണ്, ലോങ് വെയർ ആണ്, അതുപോലെ തന്നെ മെയ്ഡ് സേഫ് ആണ്, ടോക്സിൻ ഫ്രീ ആണ്. നമ്മൾ ഡെയിലി ബേസിസിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. കാരണം അത്രയും നമുക്ക് നാച്ചുറൽ ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട ഷെയ്ഡ് ആയിട്ട് ഇത് അത്യാവശ്യം എല്ലാ ഷെയ്ഡുകാർക്കും ചേരുന്ന ഒരു കളറാട്ടോ. എനിക്കിതാണ് ഏറ്റവും ഇഷ്ടമുള്ള ഷെയ്ഡത്തിൽ. ലിപ്സിനെ നന്നായിട്ട് ഹൈഡ്രേറ്റ് ആൻഡ് മോയ്സ്ചറൈസ് ആയി വെക്കും. ബാക്കിയുള്ള ഷെയ്ഡുകൾ വന്നിട്ട് 03 കാൻഡി ഫ്ലോസ് പിങ്ക് ആണ്. ഇതൊരു പിങ്ക് ഷെയ്ഡായിട്ടോ വരുന്നത്. പിന്നെ ഇത് വന്നിട്ട് 04 സിനമൻ ന്യൂഡ്. ഇത് അടിപൊളി ന്യൂഡ് ഷെയ്ഡ് ആട്ടോ. 05 ബബിൾഗം ന്യൂഡ്. 04ഉം 5ഉം ഒക്കെ നമുക്ക് ഡെയിലി ബേസിസിൽ യൂസ് ചെയ്യാൻ പറ്റും. നമുക്ക് ഓഫീസ് വെയറും ഡെയിലി വെയർ ഒക്കെ ചെയ്യാൻ പറ്റും. പിന്നെ ഇത് വന്നിട്ട് മെലൺ റെഡ് ആണ്. ഇത് നമുക്ക് ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് യൂസ് ചെയ്യുമ്പോൾ അടിപൊളിയായിരിക്കും കേട്ടോ. അതുപോലെ തന്നെ നല്ലോണം ലോങ് സ്റ്റേ ആണ്, നല്ല മോയ്സ്ചറൈസ് ആണ്. 07 റാസ്ബെറി സ്കാർലറ്റും അതുപോലെ തന്നെ 08 പിങ്ക് ടൂളിപ്പും ആണ് കേട്ടോ. മാമ എർത്ത് നമ്മുടെ സജഷൻസ് ഒക്കെ അനുസരിച്ച് പ്രൊഡക്ട്സിലൊക്കെ മാറ്റം വരുത്തുന്നുണ്ട് കേട്ടോ. അതായത് അവരുടെ ഒണിയൻ ഷാമ്പു റേഞ്ചിലുള്ള പ്രൊഡക്ട്സ് ഒക്കെ. അതുപോലെ തന്നെ ഈ പ്രൊഡക്ട്സ് ഒക്കെ നമുക്ക് നമ്മുടെ ആമസോൺ, നൈക്ക, ഫ്ലിപ്കാർട്ട്, പർപ്പിൾ, അതുപോലെ തന്നെ അടുത്തുള്ള സ്റ്റോറുകളിൽ അവൈലബിൾ ആണ്. ഓൾസോ നമുക്ക് മാമ എർത്തിന്റെ വെബ്സൈറ്റിലും അതുപോലെ മാമ എർത്തിന്റെ ആപ്പിലും കിട്ടും. പിന്നെ സ്ക്രീനിൽ കാണുന്ന ഈ കൂപ്പൺ കോഡ് യൂസ് ചെയ്യണമെങ്കിൽ 20% ഓഫറും കിട്ടും. അപ്പൊ എന്തായാലും ചെക്ക് ചെയ്ത് നോക്കൂ കേട്ടോ. നമുക്ക് ഇതിനായിട്ട് മെയിൻ ആയിട്ട് 2 ഇൻഗ്രീഡിയന്റ് ആണ് വേണ്ടത് കേട്ടോ. ആദ്യത്തെ ഇൻഗ്രീഡിയന്റ് ഇതാ ഒരു ബൗൾ, അതായത് ഏകദേശം ഒരു 3 സ്പൂൺ എന്നൊക്കെ പറയാം. നമ്മള് മരമഞ്ഞളാട്ടോ. മരമഞ്ഞൾ നമുക്ക് അങ്ങാടിക്കടയിൽ നിന്ന് കിട്ടും. ഇല്ലെങ്കിൽ മരമഞ്ഞളിന്റെ പൊടി നമ്മുടെ നിലാസെപ്സിലുണ്ട്, അങ്ങനെയാണെങ്കിലും മേടിക്കാം. അതിങ്ങനെ ഇങ്ങനെ പീസാണെങ്കിൽ നമ്മൾ കുത്തി ചെറിയ പീസാക്കുക. അത് ഒരു 3 സ്പൂൺ. പിന്നെ നമുക്ക് ഒരു ഓറഞ്ചിന്റെ തൊലി ഫുള്ളായിട്ട് കുഞ്ഞായിട്ട് ഇങ്ങനെ പീസാക്കിയിട്ട് അതൊരു 3 സ്പൂൺ. ഓറഞ്ചിന്റെ ഒരു മീഡിയം സൈസ് ആണെങ്കിൽ ഫുൾ എടുക്കുക. എന്നിട്ട് അതിലേക്ക് അത്യാവശ്യം അത് മുങ്ങിക്കെടുക്കാൻ പാകത്തിന് റോസ് വാട്ടർ ഇട്ട് കൊടുക്കുക. ഈ മരമഞ്ഞൾ ഉണ്ടല്ലോ, ഓറഞ്ച് പീലും മരമഞ്ഞൾ തൊലിയും നമ്മുടെ സ്കിന്നിന് നന്നായിട്ട് സ്കിന്ന് ബ്രൈറ്റൻ ചെയ്യാനും പാടുകൾ ഉണ്ടെങ്കിൽ മാറാനും സ്കിന്നിന്റെ പിഗ്മെന്റേഷൻ, ടാൻ, അതുപോലെ തന്നെ ഡൾനെസ് ഇതെല്ലാം മാറാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. ഓവർനൈറ്റ് ഇത് നമ്മൾ സോക്ക് ചെയ്യാൻ വെക്കാം. അപ്പൊ റോസ് വാട്ടർ ആണ് ഏറ്റവും ബെസ്റ്റ് ഇട്ട് ഈ ഒരു കാര്യത്തിന്. കാരണം നമുക്കിത് കുറച്ച് ദിവസം നമ്മൾക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ റോസ് വാട്ടർ എടുക്കായിരിക്കും നല്ലത്. അപ്പൊ ഇതേ നമ്മൾ നന്നായിട്ട് സോക്ക് ചെയ്ത് പിറ്റേ ദിവസം നമുക്ക് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ സോക്ക് ആയിട്ടുണ്ട്. ഇതിന്റെ ആ ഒരു റോസ് വാട്ടറിന്റെ കളറൊക്കെ മാറി നല്ല യെല്ലോ കളറായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ എന്താ വേണ്ടത് അറിയോ? ഒരു നല്ല മിക്സിയുടെ ജാർ എടുക്കുക. അതിൽ അങ്ങനെ എരിവൊന്നും ഇല്ലാത്ത മിക്സിയുടെ ജാർ എടുത്തിട്ട് നല്ലോണം തുടച്ചിട്ട് അതിലേക്ക് ഈ ഒരു ഇൻഗ്രീഡിയന്റ് എല്ലാം, അതായത് മരമഞ്ഞളും അതുപോലെ തന്നെ ഈ ഓറഞ്ചിന്റെ പീലും എല്ലാം കൂടി ഇട്ട് കൊടുക്കുക. നിങ്ങൾക്കിപ്പോൾ മരമഞ്ഞൾ തീരെ കിട്ടാനില്ലെങ്കിൽ പൊടി എടുക്കാം, അല്ലെങ്കിൽ മരമഞ്ഞൾ ഇതുപോലെ പീസാക്കിയിട്ട് അങ്ങാടിക്കടയിൽ നിന്ന് മേടിക്കാൻ കിട്ടും. ഒരു 50 ഗ്രാം പോലും വേണ്ട, നമുക്കൊരു 2 ആഴ്ചത്തേക്ക്. എന്നിട്ട് നല്ലോണം അരച്ചെടുക്കാം. നല്ലോണം എന്ന് പറയുമ്പോൾ ഇത് ഭയങ്കരമായിട്ട് വെണ്ണ പോലെ അരയില്ലേ. കാരണം മരമഞ്ഞളിന്റെ തൊലി എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ മരമഞ്ഞൾ എന്ന് പറയുമ്പോൾ കുറച്ചിങ്ങനെ ഹാർഡാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് വെള്ളത്തിൽ കിടന്ന് ഒന്ന് കുതിരുമ്പോൾ അതുകൊണ്ട് നമുക്ക് അരയ്ക്കാൻ പറ്റും. പക്ഷെ ഇതുപോലെ ഇങ്ങനെ ഒരു പീര മാതിരി ഇരിക്കാം കേട്ടോ. പക്ഷെ കുഴപ്പമില്ല. പിന്നെ വേറെ വെള്ളമൊന്നും ചേർക്കരുത്, ഈ റോസ് വാട്ടറിൽ തന്നെ അരയ്ക്കണം. എന്നിട്ട് ഒരു തുണിയിൽ തന്നെ നമ്മൾ ഇതുപോലെ നന്നായിട്ട് ഒരു മസ്ലിൻ തുണി അല്ലെങ്കിൽ ഒരു കോട്ടൺ തുണി നന്നായിട്ട് ഇങ്ങനെ പിഴിഞ്ഞെടുക്കുക. അപ്പൊ നമുക്ക് അതിൽ നിന്ന് നല്ല അതിന്റെ എക്സ്ട്രാക്റ്റ്, അതായത് ഓറഞ്ചിന്റെ പീലിന്റെ എക്സ്ട്രാക്റ്റും മരമഞ്ഞിന്റെ എക്സ്ട്രാക്റ്റും എല്ലാം കൂടി ഇതിലേക്ക് വരും. അപ്പൊ നമ്മൾ അത്യാവശ്യം നമുക്കൊരു
നമുക്കൊരു മിക്സ് കിട്ടും, അതിന്റെ എക്സ്ട്രാക്റ്റ് കിട്ടും കേട്ടോ. അപ്പൊ അതാണ് നമ്മുടെ എക്സ്ട്രാക്റ്റ്, കണ്ടില്ല, ഇതാ ഇത്രയും കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ബേസിനായിട്ട് അലോവേര ജെൽ ആഡ് ചെയ്യാം. അലോവേര ജെല്ല് ഞാൻ നിലാസ് ഹെർബ്സിന് അലോവേര ജെൽ എടുത്തിരിക്കുന്നത്, ഒരു വലിയ സ്പൂൺ അലോവേര ജെൽ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിലേക്ക് സ്യൂട്ട് ആണെങ്കിൽ വിറ്റമിൻ ഇ ക്യാപ്സ്യൂൾ, അതുപോലെ തന്നെ നിങ്ങൾക്ക് പിമ്പിൾസും കാര്യങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ടീ ട്രീ എസെൻഷ്യൽ ഓയിൽ ഒക്കെ ആഡ് ചെയ്യാം. എന്നിട്ട് നമ്മൾ നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമുക്ക് ഇതിലേക്ക് ഗ്ലിസറിൻ ആഡ് ചെയ്യാം കേട്ടോ. ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഗ്ലിസറിൻ നിങ്ങൾക്ക് സ്യൂട്ട് ആണെങ്കിൽ, ഞാനിവിടെ ഗ്ലിസറിനും ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, അത് ഇതിലേക്ക് ക്യാച്ച് ചെയ്യേണ്ടെന്നില്ല, ഒരു സ്പൂൺ ഗ്ലിസറിൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ഗ്ലിസറിൻ കുഴപ്പമില്ല, അതുകൊണ്ടാണ്. അപ്പോൾ അതും നല്ലതാണ്, നമ്മുടെ സ്കിന്ന് നല്ലോണം മോയ്സ്ചർ ലോക്ക് ആക്കി വെക്കാനൊക്കെ നല്ല രീതിക്ക് തന്നെ ഗ്ലോ വരും, നല്ല ബ്രൈറ്റനിങ്ങിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഇതുപോലെ നമുക്കൊരു ഉപയോഗിക്കാൻ എളുപ്പം ഇതുപോലെ ഒരു ജാർ, അതായത് ഇങ്ങനെ ഒരു പില്ലറുള്ള ജാറിലേക്ക് കുപ്പിയിലേക്ക് ഒഴിച്ചു വയ്ക്കുമ്പോഴാണ്. അപ്പോൾ നമുക്ക് ഇതുപോലെ നമുക്ക് പറ്റുന്ന ഏതോ കുപ്പിയിലോ പാത്രത്തിൽ എന്തിനു വേണമെങ്കിലും ആക്കി വയ്ക്കാം. അപ്പോൾ നമുക്ക് ഇതാകുമ്പോൾ നമുക്ക് കൈ തൊടണ്ട, ജസ്റ്റ് ഇങ്ങനെ ഫില്ലറായിട്ട് നമുക്ക് ഫേസിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ദേ നമ്മുടെ സംഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട്, കണ്ടില്ലേ. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഇരിക്കുക. അതുപോലെ തന്നെ ഇത് നമുക്കൊരു 2 ആഴ്ചയും കൂടുതൽ ഫ്രിഡ്ജിൽ ഇരിക്കും. നോർമൽ ഫ്രിഡ്ജിൽ വെക്കുക, ഫ്രീസറിലൊന്നല്ല, നോർമൽ വെക്കുക, തണുപ്പിൽ തന്നെ. അതുപോലെ തന്നെ ഇത് യൂസ് ചെയ്യുമ്പോൾ രാവിലെയും വൈകുന്നേരം യൂസ് ചെയ്യാം. നമ്മളിപ്പോൾ പകലൊക്കെ നമ്മൾ വീട്ടിൽ നിൽക്കുന്നവരാണ്, അങ്ങനെയാണെങ്കിൽ നമുക്ക് പകല് നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. ഏറ്റവും ബെസ്റ്റ് ഇത് രാത്രി യൂസ് ചെയ്യുന്നതാണ് കേട്ടോ. നമ്മുടെ വിറ്റമിൻ സി സെറം അവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നല്ലൊരു യെല്ലോ, ഒരു അത്ര യെല്ലോ അല്ല, എന്നാൽ ഒരു ചെറിയൊരു ഡാർക്ക് യെല്ലോ മാതിരി ഇരിക്കുന്നത് കേട്ടോ. നല്ലോണം ഷേക്ക് ചെയ്തെടുക്കുക. പിന്നെ നിങ്ങൾക്ക് ഇതിൽ വിറ്റമിൻ ഇ ക്യാപ്സ്യൂള്, അതുപോലെ തന്നെ നിങ്ങളുടെ ഭയങ്കരമായിട്ട് ഓയിലി അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് പിമ്പിൾസ് വരുന്നവരാണെങ്കിൽ ഞാൻ പറഞ്ഞ മാതിരി നിങ്ങൾക്ക് ടീ ട്രീ എസെൻഷ്യൽ ഓയിൽ ഒരു 3-4 ഡ്രോപ്പൊക്കെ ആഡ് ചെയ്യാം. അത് നമ്മുടെ ഇഷ്ടമാണ്. അപ്പോൾ എനിക്ക് അങ്ങനെ വിറ്റമിൻ ഇ ക്യാപ്സ്യൂൾ എനിക്ക് അത്രയ്ക്കങ്ങോട്ട് പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഫേസിലേക്ക് അത് ചെയ്യാഞ്ഞത്. പക്ഷെ ഗ്ലിസറിൻ കുഴപ്പമില്ല. അപ്പോൾ നിങ്ങളുടെ താല്പര്യം കേട്ടോ, അത് നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് മാത്രം ആഡ് ചെയ്യണ്ടോ. അപ്പം ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഇവിടെ ദേ നല്ല അടിപൊളിയായിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു ബേസാണ് അലോവേര ജെല്ല്. നമ്മുടെ ഫേസിൽ ആ ഒരു തിക്കായിട്ട് കിട്ടാനും ഫേസിൽ നമുക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നല്ലൊരു സ്മൂത്തായിട്ട് ഇരിക്കാനൊക്കെ നമുക്കൊരു ബേസായിട്ട് അലോവേര ജെല്ല് ആഡ് ചെയ്യാം. പിന്നെ നല്ലതുമാണത്. അപ്പോൾ നമുക്ക് ഫേസിലിട്ട് കാണിച്ചു തരാം കേട്ടോ. നമുക്കിത് ഏറ്റവും ബെസ്റ്റ് റിസൾട്ടിന് രാത്രി അപ്ലൈ ചെയ്യുന്നതാ കേട്ടോ. കാരണം എന്താ വെച്ചാൽ കുറച്ച് നേരം നമ്മുടെ സ്കിന്നിൽ ഇരിക്കും. അതുപോലെ തന്നെ നമുക്ക് കൂടുതൽ നമ്മുടെ സ്കിന്ന് റിപ്പയർ ആവാനൊക്കെ നമുക്ക് സമയം കിട്ടും. രാത്രിയൊക്കെ ആകുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് റിസൾട്ട്. പക്ഷെ നമുക്ക് 2 നേരം യൂസ് ചെയ്യാം. നമ്മളിപ്പോൾ വീട്ടിലിരിക്കുന്നവരൊക്കെ ആണെങ്കിൽ നമുക്ക് 2 നേരം യൂസ് ചെയ്യാം. ഇല്ലെങ്കിൽ നമുക്ക് രാത്രി മസ്റ്റ് യൂസ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത് അപ്ലൈ ഫേസ് വാഷ് ചെയ്യുക, ഇത് അപ്ലൈ സിറം ഇട്ട് കൊടുക്കുക, അതിന് ശേഷം ഇത് വന്നിട്ട് ഇരിക്കുക. ഇതിപ്പോൾ ഞാൻ സിറം ഇങ്ങനെ ഫില്ലറിൽ നിന്ന് ഇങ്ങനെ ആക്കിക്കൊണ്ട് താഴത്തേക്ക് ഒറ്റ പോവാണ്. പക്ഷെ നമുക്ക് ഇത് ജസ്റ്റ് ഇങ്ങനെ 1-2 ഡ്രോപ്പ് ഇട്ട് കൊടുക്കുക, കയ്യിൽ ഇങ്ങനെ മസാജ് ചെയ്ത്, കൈകൊണ്ട് മസാജ് ചെയ്ത് കൊടുക്കുക, ജസ്റ്റ് ഒന്ന് പാറ്ററി ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുക്കുക, ഡാബ് ചെയ്ത് കൊടുക്കുക, അത്ര തന്നെ. അതിനുശേഷം നമുക്ക് ഒരു 10 മിനിറ്റോ 5 മിനിറ്റ് 10 മിനിറ്റ് കഴിയുമ്പോൾ നമ്മുടെ ഏതെങ്കിലും ക്രീമോ കാര്യങ്ങളോ എന്തെങ്കിലും ആന്റി ഏജിങ് ക്രീമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യണമെങ്കിൽ അത് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല, നല്ലതാട്ടോ. ഒരു 2 ആഴ്ചത്തോളം അല്ലെങ്കിൽ ഒരു 7 ദിവസം കഴിയുമ്പോൾ തന്നെ നമുക്ക് കുറച്ച് ചേഞ്ച് ഒക്കെ കാണാൻ പറ്റും. പിന്നെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് 2 ആഴ്ച ചെയ്യുക, അപ്പോൾ നല്ല വ്യത്യാസം ഉണ്ടാവും കേട്ടോ. ഇത് അത്രേ ഉള്ളൂ, നമ്മുടെ റിസൾട്ട് നന്നായി വരും. അപ്പോൾ നമ്മളിങ്ങനെ അപ്ലൈ ചെയ്തു, ജസ്റ്റ് എല്ലാവരും ഒന്നൊന്ന് ഡാബ് ചെയ്ത് ഇങ്ങനെ കൊടുക്കുക. എന്നിട്ട് ഒന്ന് ഉണങ്ങാൻ വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യുക കേട്ടോ, അത്രയും മതി. കണ്ടില്ലേ, ഇനി അതങ്ങനെ ഉണങ്ങിപ്പോക്കോളും. പിന്നെ നമുക്ക് ജസ്റ്റ് ഒരു 5-10 മിനിറ്റ് കഴിയുമ്പോൾ നിങ്ങൾക്ക് മോയ്സ്ചറൈസിങ് ക്രീമോ അങ്ങനെ എന്തെങ്കിലും ഇടുന്നുണ്ടെങ്കിൽ ഇടാം കേട്ടോ, കുഴപ്പമില്ല. ഇതിൽ നൈറ്റ് ക്രീമുകൾ നമ്മൾ ഹോം മെയ്ഡൊക്കെ നിങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ട് ഇടുന്നുണ്ടെങ്കിൽ അതും നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ബ്രൈഡൽ സീരീസിൽ ഭയങ്കര നല്ലൊരു ഇഫക്റ്റീവ് ആയിട്ടുള്ളൊരു സിറാണ്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. നല്ല ഇഫക്റ്റീവ് ആയിട്ടുള്ള 2 ഇൻഗ്രീഡിയൻ്റ് ആണ്, മരമഞ്ഞളും അതുപോലെ തന്നെ ഓറഞ്ച് പീലും. അപ്പോൾ നല്ല വ്യത്യാസം ഉണ്ടാവും. എന്തായാലും ട്രൈ ചെയ്യട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ സംഭവം. ഫ്രിഡ്ജിൽ വെക്കാം. നമ്മൾ പുറത്തേക്കൊന്നും പോകണില്ല, വീട്ടിലാണ് നിൽക്കുന്നവരാണെങ്കിൽ നമുക്ക് പകലും രാത്രി 2 നേരം യൂസ് ചെയ്യാം. അതായത് നമ്മളിപ്പോൾ വേറെ ഒന്നും ചെയ്യുന്നില്ല, മേക്കപ്പ് ഇടുന്നില്ല, അങ്ങനെ കാണാൻ പുറത്തേക്ക് പോകണില്ല എന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് പകൽ യൂസ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്കിത് രാത്രി യൂസ് ചെയ്യുമ്പോഴാണ് കൂടുതൽ റിസൾട്ട് കിട്ടുക. വിറ്റമിൻ സി സെറം ആണെങ്കിലും രാത്രിയാണ് നല്ല റിസൾട്ട് ഉണ്ടാവുക. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങളുടെ എക്സ്പീരിയൻസ് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ ഒരു ബ്രൈഡൽ സീരീസിൽ നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ടത്. കാരണം എന്താണെന്ന് വെച്ചാൽ അത്രയും നല്ല റിസൾട്ട് ഉണ്ട്. ഫേസിലെ പാടുകളൊക്കെ നല്ല രീതിക്ക് തന്നെ ക്യുക്കായിട്ട് നമുക്ക് നല്ല രീതിക്ക് തന്നെ വേഗത്തിൽ റിസൾട്ട് ഉണ്ടാവും. അതുപോലെ തന്നെ ബ്രൈറ്റനിങ് കിട്ടും. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്തായാലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ ഇനി വീണ്ടും കാണാം. ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ.